ഈ SDPI എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേറൊരു വകഭേദം തന്നെയാണ്. അവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ്, മാതൃരൂപമാണ്. അത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു ലേബൽ ഉള്ളത് കൊണ്ടാണ് അവർ ഈ വലിയ ആള് കളിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇവരെയൊക്കെ ഈ രണ്ട് മുന്നണികളും, കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളൊക്കെ തന്നെ ലാളിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം SDPIയുടെ ഒരു നേതാവുമായിട്ട് മുമ്പ് കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തിയതും ഒക്കെ പുറത്തു വന്ന കാര്യങ്ങളുണ്ട്. ഇടയ്ക്ക് മുസ്ലിം ലീഗ് ഇവരെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമവും നടത്തിയതാണ്. പക്ഷെ ഇപ്പോൾ പിണറായി വിജയൻ ഇതെടുത്തിട്ടത് അതിനകത്തുള്ള വോട്ട് നേടുന്നതിന് വേണ്ടി തന്നെയല്ലേ? തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും അതെ. കാരണം പരാജയ ഭീതി പൂണ്ടിട്ടുണ്ട് പിണറായി വിജയൻ. 3 പോയിന്റ് പിണറായി വിജയൻ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു പേടി അദ്ദേഹത്തെ വളരെ അരക്ഷിതനാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ഷുഭിതനായി കാണുന്നത്. അദ്ദേഹം വിജയിക്കുമെന്ന് ഉറപ്പുള്ളവൻ ശാന്തനായിട്ടിരിക്കുകയുള്ളൂ, ക്ഷുഭിതനായിട്ട് കാണുന്നത്. എന്നിട്ട് അരിശൻ തീരാതെ അവൻ ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്നുള്ളൊരു പരുവത്തിലാണ്. അദ്ദേഹം വിചാരിച്ച പോലെ PR എക്സ്പ്രസൈസിന് വേണ്ടത് 230 കോടി രൂപയാണ് ഇയാൾ ചിലവാക്കിയിട്ടുണ്ട്. 230 കോടി രൂപ ജനങ്ങളുടെ നികുതി പണത്തിന് ചിലവാക്കിയിട്ടുണ്ട്. ഇതും വലിയ ഇഫക്റ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സാധാരണഗതിയിൽ നേതാക്കന്മാർ തമ്മിലുള്ള പടലപ്പിണക്കം CPMൽ സാധാരണമാണ് അടുക്കുന്ന സമയത്ത്. പാർലമെൻ്ററി വ്യാമോഹം വളരെ വ്യാപകമായതുകൊണ്ട്. പക്ഷേ ഇപ്പം മലബാറിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ തൃണമൂല തലത്തിലുള്ളവരും CPMന് വേണ്ടി മുന്നോട്ട് വരാൻ മടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ CPM സർവേകളിൽ പറയുന്നത് മലബാറിൽ തൂത്തെറിയപ്പെടും, പക്ഷേ തിരുവിതാംകൂർ തൂത്തുവാരുമെന്നും പറയുന്നുണ്ട്. അഡ്വാൻറ്റേജ് ഉള്ളത് തിരുവിതാംകൂറിലാണ്. അതായത് പിണറായി ഏത് ജില്ലയെ പ്രതിനിധാനം ചെയ്യുന്നോ ആ ജില്ലയിൽ ഉൾപ്പെടെ UDF വമ്പിച്ച നേട്ടം നേടാൻ പോവുകയാണെന്ന് അവർക്ക് ഭൂരിപക്ഷം കിട്ടാവുന്നത് ഈ മധ്യ കേരളം അതുപോലെ തെക്കൻ കേരളത്തിലുമാണെന്നാണ് സർവേകളിൽ പൊതുവെ ട്രെൻഡ് കാണപ്പെടുന്നത്. ശരിയോ തെറ്റോ? പക്ഷേ SDPIയുടെ പിന്തുണ നേടുന്ന ആൾ ലജ്ജിക്കണ്ടേ? വാസ്തവത്തിൽ അദ്ദേഹമല്ലേ നേരത്തെ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഉള്ള ഒരു വർഗീയ കക്ഷിയുമായിട്ട് കൂട്ടുകൂടി കോൺഗ്രസ് എന്നുള്ള ഒരു നറേറ്റീവ് അദ്ദേഹമല്ലേ ഉന്നയിച്ചത്? അദ്ദേഹത്തിന് പിന്നെ SDPIയുടെ പിന്തുണയെക്കുറിച്ച് വ്യക്തമായിട്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു ബബ്ബ പറച്ചിലല്ലേ നടത്തുന്നത്? SDPI പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വോട്ടെനിക്ക് വേണ്ടാന്ന് പറയുന്ന പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ CPMനുള്ളത്. CPMന് വ്യക്തമായൊരു നറേറ്റീവ് പറയാതെ അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി എന്താ പറഞ്ഞത്? ആരെങ്കിലും അങ്ങോട്ട് പോളിംഗ് ബൂത്തിലോട്ട് പോയിട്ട് വോട്ട് കൊണ്ട് കൊടുത്താൽ ഞങ്ങൾക്ക് കൈ പിടിച്ച് മാറ്റാൻ പറ്റുമോ? അതല്ല നമ്മൾ ചോദിക്കുന്നത്, സാങ്കേതികത്വം അല്ല നമ്മൾ ചോദിക്കുന്നത്. നിങ്ങളുടെ നിലപാടെന്താ? പാർട്ടിക്കൊരു നിലപാടുണ്ട്, ആ നിലപാടെന്താ? CPM എന്ന് പറയുന്നത് ഇടതുമുന്നണി അതിലേക്ക് കൂട്ടുകക്ഷികളെ കൂട്ടുന്നത് അവരുടെ നിലപാടറിഞ്ഞ ശേഷം മാത്രമാണെന്ന്. അങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അത് ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ള രഹസ്യമല്ല, അത് രഹസ്യമാണ്, രഹസ്യ ബാലറ്റാണ്. അതല്ല നമ്മൾ ചോദിക്കുന്നത്. ആ പാർട്ടിയുടെ നിലപാടിനോട് നിങ്ങൾക്കുള്ള നിലപാടെന്താണ്? അതാണ് രാഷ്ട്രീയ ചോദ്യം. ആ പാർട്ടിയുടെ നിലപാടെന്താ? കണ്ണിന് കണ്ണ്, കാതിന് കാത്, മൂക്കിന് മൂക്ക് എന്നുള്ള നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. കൊലയ്ക്ക് കൊല എന്ന് പറയുന്ന വർഗീയ നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. 24 മണിക്കൂറിനകം ഞങ്ങൾ നിങ്ങളുടെ ആളിനെ കൊന്നിരിക്കുമെന്ന് പറഞ്ഞ് പാവപ്പെട്ട ഒരു അഭിഭാഷകൻ, ഒരു തെറ്റും ചെയ്യാത്ത അഭിഭാഷകനെ കൊന്നത് എങ്ങനെ, എത്രമാത്രം വലിയ ആസൂത്രണമാണ് നടന്നിട്ടുള്ളത്? 24 മണിക്കൂറിനകം കൊന്നു കഴിഞ്ഞു. പാലാ ബിഷപ്പിൻ്റെ മുമ്പിൽ കൂടി പോയിട്ട് കുന്തിരിക്കം കരുതി വെച്ചോ, നിൻ്റെയൊക്കെ കാലന്മാരായിട്ട് ഞങ്ങൾ വരുന്നു, ഞങ്ങൾ കൊലപാതകൾ വരുന്നു. അല്ല, ഈ പോപ്പുലർ ഫ്രണ്ടുകാര് തൊടുപുഴയിലെ ജോസഫ് സാറിന്റെ കൈവെട്ടിയപ്പോഴും അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി പറഞ്ഞത് ജോസഫ് ഒരു മണ്ടനാണ്. മണ്ടനല്ല, അയാൾ എന്തൊരു ഭ്രാന്തൻ, വിഡ്ഢിയാണ്. അയാളെയാണ് ഭ്രാന്തൻ എന്ന് വിളിച്ചത്. അയാളെ ഭ്രാന്തൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നടുനായകനാണെന്ന് അവകാശപ്പെടുന്ന, പുരോഗമനവാദി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം അവിടെ വർഗീയമായിട്ട് നടന്ന ഒരു വെട്ടലിനെ ന്യായീകരിച്ചു. ഒരു അധ്യാപകനെ ഇല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യം? അദ്ദേഹത്തിന് എന്താ മുഹമ്മദ് എന്നുള്ള പേര് ഉപയോഗിക്കാൻ പറ്റില്ലേ? മുഹമ്മദ് എന്ന പേര് ആരെങ്കിലും അട്ടിപ്പാറായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പേരാണോ? അത് വ്യക്തമായിട്ട് അത് പറയാനുള്ള ചുണയില്ല. ആ പേര് വെച്ചിട്ട് ആ പേര് വെച്ചതിന് അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിയവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കും. അതല്ലേ പുരോഗമനവാദികൾ പറയേണ്ട കാര്യം? മതത്തിൻ്റെ പേരിൽ ഒരു അധ്യാപകൻ്റെ കൈ വെട്ടുക എന്ന് പറഞ്ഞാൽ
അതെന്തോ ആ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആളിൻ്റെ പോലെ ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയില്ല, സഭയുടെ പിന്തുണ കിട്ടിയില്ല, അദ്ദേഹത്തെ പുറത്താക്കി മേടിച്ചിട്ടവർ. ആ തരത്തിലാണോ നിങ്ങൾ പുരോഗമനവാദം, അതാണോ നവോത്ഥാനവാദം എന്ന് പറയുന്നത്? മതഭ്രാന്തിനെയാണോ നിങ്ങൾ നവോത്ഥാനം എന്ന് വിളിക്കുന്നത്? മതഭ്രാന്തിനെയാണോ നിങ്ങൾ പുരോഗമനവാദം എന്ന് വിളിക്കുന്നത്? മതഭ്രാന്തന്മാരുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ട് ജയിച്ച് നിങ്ങൾ എന്ത് മതേതരത്വമാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്? എന്ത് മതനിരപേക്ഷതയാണ് നടക്കാൻ പോകുന്നത്? AK ബാലൻ പറഞ്ഞല്ലോ, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് ആയിരിക്കും, മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ്. PDPയുടെ പിന്തുണയോടുകൂടി, PDPയുടെയും SDPയുടെയും പിന്തുണയോടുകൂടി നിങ്ങൾ ഇവിടെ ഭരിക്കാൻ വന്നാൽ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് അല്ലല്ലോ, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക. ഇപ്പോൾ തന്നെ പോലീസ് അവർക്ക് സ്വാധീനമുണ്ട്. ഇന്ന BJPക്കാരൻ ഇന്നടത്ത്, ഇവരുടെ ശത്രുക്കൾ ഇന്നടത്ത് എന്നുള്ളത് പോലീസ് വഴി അവരറിയുന്നുണ്ട്. ആ സ്ഥലത്ത് കൃത്യമായിട്ട് പ്രിസൈസായിട്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം പോലെ മുനിഷൻ അറ്റാക്സ്, പ്രിസൈസ് മുനിഷൻ, അവിടെ പോയി അറ്റാക്ക് നടത്തിയ ആളിനെ കൊല്ലും. അങ്ങനെ ആലപ്പുഴയിൽ ഒരു അഭിഭാഷകനെ കൊന്നത്. അങ്ങനെയുള്ള കൊലപാതകം നടത്തുന്ന ഒരു പാർട്ടിയുടെ കൂട്ടുപിടിച്ച് നിങ്ങൾ ജയിച്ചാൽ അതെന്ത് തരം മതനിരപേക്ഷതയാണ്? ഈ ബിനോയ് വിശ്വം എന്ന് പറയുന്ന ബുദ്ധിജീവി മറ്റൊരു കാര്യം പറയുന്നത് കേട്ടു, ഫാഷിസ്റ്റ് ശക്തികളെ എതിർക്കാൻ തയ്യാറുള്ള കക്ഷികളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുമെന്ന്. ഫാസിസ്റ്റ് കക്ഷികളുടെ. ഇത് പിന്നെ ഫാസിസ്റ്റ് അല്ല, പിന്നെന്താ? ഒരൊറ്റ മതം മാത്രം മാണാ മതി, ബാക്കിയെല്ലാം കാഫറുകളാണെന്ന് പറയുന്നത് മതഫാഷിസമല്ലേ? പിന്നെ എന്താണ് നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നറേറ്റീവുകൾ ഉണ്ടാക്കി വിടുന്നത്? ഏത് വർഗീയവാദവും വർഗീയവാദം തന്നെയാണ്, ന്യൂനപക്ഷത്തിൻ്റെ ആയും ഭൂരിപക്ഷത്തിൻ്റെ ആയാലും. അതാണ് CPMൻ്റെ വ്യവസ്ഥാപിത നിലപാട്, EMS നമ്പൂതിരിപ്പാടിൻ്റെ നിലപാട്. എന്താ പറഞ്ഞത്? മുസ്ലിം ലീഗിനെ പിരിച്ചുവിടണം, നിങ്ങൾ CPMൽ ചേരണം, നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളാം. വർഗീയത, ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയെ ഊട്ടി വളർത്തും. ന്യൂനപക്ഷ വർഗീയത വീണ്ടും ഭൂരിപക്ഷ വർഗീയത്തെ വളർത്തിയെടുക്കും. ഒരിക്കലും അവസാനിക്കില്ലത് എന്ന് പറഞ്ഞാൽ അതാണ് ശരിയായിട്ടുള്ള നറേറ്റീവും സൈദ്ധാന്തികമായ നിലപാടും. MA ബേബിക്ക് അത് പറയാൻ കഴിയില്ല. കാരണം ജയിക്കണമെങ്കിൽ ഇപ്പോൾ അവരുടെ പിന്തുണ. പക്ഷേ അത് വലിയൊരു തിരിച്ചടിയായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു PDP വോട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ 10 മതേതര വോട്ട് എതിർകക്ഷിക്ക് പോകും. അതാണിപ്പോൾ കേരളം കാണാൻ പോകുന്നത്. കണ്ടോളൂ, നിങ്ങൾ കണ്ടോളൂ. വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFും അതുപോലെ LDFും വർഗീയ നിലപാടുകളും വർഗീയ കക്ഷികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളും കൊണ്ടാണ് പോകുന്നത്. ഇതില്ലാത്ത ഒരു മുന്നണി എന്ന് പറയുന്നത് NDA മാത്രമാണ്. ജനങ്ങൾക്ക് നിങ്ങളുടെ എത്ര വ്യാഖ്യാനങ്ങൾ ചമച്ചാലും ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. ദേശീയത എന്ന് പറഞ്ഞാൽ വർഗീയതയല്ല. ജനങ്ങൾക്കിപ്പോൾ ബോധ്യമായി. നിങ്ങളുടെ ഈ തട്ടിപ്പ് കൊണ്ട് അധികകാലം നടക്കാൻ പറ്റില്ല. ഇപ്പോൾ എബ്രഹാം ലിങ്കൺ പറഞ്ഞ പോലെ കുറേ പേരെ എല്ലാ കാലത്തെയും എല്ലാവരെയും കുറേ കാലത്തേക്കും വിഡ്ഢികളാക്കാൻ പറ്റിയിട്ടുണ്ട് CPMന്. അതിനി തിരുത്തി എഴുതാൻ പോവുകയാണ് കേരളം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് കാണും, നിങ്ങളത് പഠിക്കും, നിങ്ങൾ പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരും. പണ്ട് ശരിയാണ്, EMS നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട്, വിജയനാഥ് ഓർക്കുന്നുണ്ടാവും, ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുപിടിക്കും. അതൊരു പക്ഷേ വർഗീയ കൂട്ടുകെട്ടല്ല പറഞ്ഞത്. വർഗീയ കൂട്ടുകെട്ടിൻ്റെ കാര്യമല്ല, നെഹ്റുവിൻ്റെ ആ ബൂർഷ്വാസി ആയിട്ടാണ് അവർ കാണിച്ചത്. മൂരാച്ചി എന്നും വിളിച്ചിട്ടുണ്ട്. ആ മുതലാളിത്ത നിലപാടിന് എതിരായിട്ടുള്ള സഖ്യം ഉണ്ടാക്കും എന്നുള്ളതാണ്. അതായത് വർഗീയ കക്ഷിക്ക് മേൽക്കോയ്മ ഉണ്ടാക്കുന്ന ഒന്നിനെ പറ്റി അല്ല അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്. അവരങ്ങേറ്റം കൂട്ടുപിടിച്ചിട്ടുള്ളത് SDP ഒന്നുമില്ല, അതൊന്നും ഇല്ല താനും. മറിച്ച് അവർ കൂട്ടുപിടിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ UDFൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടല്ലോ. അല്ലാതെ ഉള്ള ഒരു കൂട്ടുകെട്ടിന് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കൂട്ടുകെട്ടിന് അവർ പോയിട്ടില്ല. കാരണം പോകാൻ പറ്റില്ല. അത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വർഗീയ കക്ഷിയായി കഴിഞ്ഞിരിക്കുന്നു. കമ്മ്യൂണലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയത്തക്ക ഒരു പതനത്തിലേക്ക് ആ പാർട്ടി പോയിരിക്കുന്നു. ആ സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ RSS അത് മതവാദിയാണ്, വർഗീയവാദിയാണെന്ന് പറയാനുള്ള ആ ധാർമ്മികമായ അടിത്തറ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.